പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കുന്ന കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും അല്പകാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാർ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. നമുക്കറിയാം, ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ഗൈഡൻസിനും വളരെ ക്ഷാമം തട്ടിയൊരു സമയം ന്യായാധിപന്മാരുടെ സമയത്തുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവവചനത്തിന്, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക്, ദൈവവചനത്തിൻ്റെ നിയമത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന സമയത്ത് ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. വചനത്തിൻ്റെ ക്ഷാമം വന്നപ്പോൾ, അല്ലെങ്കിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വചനത്തെ അനുസരിക്കാതിരുന്ന ഒരു തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. നമുക്കറിയാം, അവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശം, ശപിക്കപ്പെട്ട ദേശം, ദൈവത്താൽ ശപിക്കപ്പെട്ട ദേശമാണ് മോവാബ് ദൈവവചന പ്രകാരം. എന്നാൽ ആ ദേശത്ത് പോയി പാർക്കുവാൻ തക്കവണ്ണം ബെത്ലഹേമിൽ, അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശം, ആ ദേശത്തുനിന്ന് ഒരു വ്യക്തി കടന്നു പോകുന്ന കാരണം ക്ഷാമം നേരിട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ കഠിന ശോധനയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ ദൈവം പറയുന്ന ശബ്ദത്തിന് മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവഹിതമല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും നാം മുന്നോട്ട് വയ്ക്കുവാൻ ദൈവം ഒരിക്കലും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവന് നമുക്കറിയാം, എലീമേലെക്കും എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മെഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. ബെത്ലഹേമിലുള്ള എഫ്രാത്യ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ 4 പേരും. അനുഗ്രഹിക്കപ്പെട്ട ബെത്ലഹേമിലെ എഫ്രാത്തിൽ നിന്നുള്ള ഈ കുടുംബം ക്ഷാമത്തിൻ്റെ സമയത്ത് ആ ക്ഷാമം അനുഭവിക്കുവാതിരിക്കുവാൻ തക്കവണ്ണം അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരവസ്ഥ. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവം അനുവദിക്കുന്നതായ പരിശോധനകളിൽ അതിൽ ഓടുവാനല്ല, മറിച്ച് അവിടെ സ്ഥിരതയോടെ നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്നു അവിടെ താമസിച്ചു. എന്നാൽ ആ മോവാബ് ദേശത്ത് അവർ ചെന്ന് താമസിച്ചു. അതിൻ്റെ പുറകിലെല്ലാം ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്തെടുക്കാനും ഉണ്ടായിരുന്നു. ഈവൻതോ അവർ താമസിച്ചത്, നമുക്കറിയാം, ക്ഷാമ സമയത്താണ് അവർ കടന്നു പോകുന്നത്. ശപിക്കപ്പെട്ട ദേശമെന്നറിയപ്പെടുന്ന മോവാബ് ദേശത്താണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ക്ഷാമം അപ്പത്തിൻ്റെ ആ ദേശമായിരിക്കുന്ന ബെത്ലഹേമിൽ ആ അപ്പം തീർന്നുപോയി, റൊട്ടി തീർന്നുപോയി. അവർക്ക് ആ അപ്പമില്ലാതിരുന്ന അവസ്ഥയിൽ അവർ കടന്നു പോകുന്നത് ഒരു ശപിക്കപ്പെട്ട ദേശത്താണ്. എന്നാൽ ആ ദേശത്ത് നിന്നും ദൈവത്തിന് ചില പദ്ധതികളുണ്ടായിരുന്നു, ഒരു രൂത്തിനെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ. രൂത്തിൻ്റെ പുസ്തകം നമുക്കറിയാം. രൂത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതായ ഈ പുസ്തകം ഒരു അന്യജാതിക്കാരിയെ, മോവാബിയായ ഒരു സഹോദരിയുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. അവൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞത് മുഖാന്തരം അവളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിയത് മാന്യതയുടെ അനുഭവ സാക്ഷ്യമാണ്. റൂത്തിൻ്റെ പുസ്തകത്തിൽ കൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. നാം ദൈവത്തിലേക്ക് യഥാർത്ഥമായി തിരിയുന്നുവെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹത്തിൻ്റെ വഴി, ഈ കുടുംബം അവിടെ കടന്നു ചെന്നത് കൊണ്ടാണല്ലോ റൂത്ത് അവിടെ നിന്നും ഇവിടെ കടന്നു വരത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ നടക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലേക്ക് മരിച്ചു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അവർ 4 പേരും നിറഞ്ഞവരായി കടന്നുപോയ അവസ്ഥയിൽ ആ ഭർത്താവ് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. പിതാവിൻ്റെ മരണശേഷം, അല്ലെങ്കിൽ എലീമേലെക്കിൻ്റെ മരണശേഷം കില്യോനും മെഹ്ലോനും 2 മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റൊരുത്തിക്ക് റൂത്തും എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു, 4 പേരായി കടന്നുപോയ അവരിൽ ഒരാൾ ശേഷിച്ച് ബാക്കി 3 പേരും മരിച്ചു പോയൊരവസ്ഥ. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് മോവാബ്യ സ്ത്രീകളായിരിക്കുന്ന 2 സഹോദരിമാർ.
വിവാഹം കഴിച്ച് ആ കുടുംബത്തിലേക്ക് കയറി വന്ന 2 സഹോദരിമാർ ഓർപ്പയും രൂത്തും. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ്യ ദേശം വിട്ട് മടങ്ങി പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം ബെത്ലഹേമിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത്ഭുതം എന്താണ്? ജനത്തെ ദൈവം സന്ദർശിച്ചു. 1, ദൈവം ജനത്തെ സന്ദർശിച്ചു. 2, ജനത്തിന് ആഹാരം കൊടുത്തു. 2 കാര്യമാണ്. ജനത്തെ ദൈവം സന്ദർശിക്കുമ്പോൾ ദൈവത്തിന് ചില നന്മകൾ, ബെത്ലഹേമിനെ ദൈവം സന്ദർശിക്കുവാനിടയിൽ തീർന്നു. അവിടെ ഒരു നന്മ അവിടെ പുറപ്പെടുവാനിടയിൽ തീർന്നു. ആ നന്മ പൊട്ടി പുറപ്പെട്ടപ്പോൾ നവോമി ഒറ്റപ്പെട്ട അവസ്ഥ, ഭർത്താവ് മരിച്ചു, 2 കുഞ്ഞുങ്ങളും മരിച്ചു. അവസ്ഥയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മോവാബ്യ ദേശത്ത് കാരിയായിരിക്കുന്ന ദേശത്ത് വെച്ച് അവിടെയുള്ള മോവാബ്യ ദേശക്കാരികളായ 2 തങ്ങളുടെ മരുമക്കളുമായി താൻ പുറപ്പെട്ടു. അവിടെ നിന്ന് പുറപ്പെട്ടു ബെത്ലഹേമിലേക്ക് വരുവാൻ. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടു. ആ പാർത്തിരുന്ന സ്ഥലം, അവിടെ നിന്ന് പുറപ്പെട്ടു, പാർത്തിരുന്ന സ്ഥലം വിട്ടു. 2 കാര്യമാണ്. 1 പുറപ്പാട്, 1 സ്ഥലം വിടുന്നു. യഹൂദ ദേശത്തേക്ക് മടങ്ങി പോകുവാൻ യാത്രയായി. അവരെ യാത്രയാണ് അത്. ആ സ്ഥലം, ആ ദേശം വിട്ടു താമസിക്കുന്ന സ്ഥലം, ആ ദേശത്തുനിന്നും പുറപ്പെടുന്നു. 2, ആ താമസിക്കുന്ന സ്ഥലം വിടുന്നു. അവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. അപ്പോൾ 2 മരുമക്കളെക്കുറിച്ചും പറയുന്നത്, നിങ്ങൾ എന്നോടും മരിച്ചുപോയ അവരുടെ എന്താ പറയുക 2 ഭർത്താക്കന്മാരോടും, ഓരോരുത്തരുടെ ഭർത്താക്കന്മാർ, ഓർപ്പ തൻ്റെ ഭർത്താവിനോട്, റൂത്ത് തൻ്റെ ഭർത്താവിനോട്, അതുപോലെ തൻ്റെ അമ്മായപ്പനോട് ചെയ്ത ദയയ്ക്കൊത്തവണ്ണം യഹോവ നിങ്ങളോട് ചെയ്യട്ടെ എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവരെ ചുംബിച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവൾ അനുഗ്രഹിക്കുന്നൊരു കാര്യമാണ്. താന്താങ്ങൾക്ക്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭവനങ്ങളിൽ, വീട്ടിൽ നിങ്ങൾ വിശ്രമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവം കൃപ നൽകുമ്പോൾ ഒരു വിശ്രമം നമുക്കുണ്ട്. ദൈവം ഇവിടെ നവോമി പറയുകയാണ്, അവരെ ചുംബിച്ച് ഉച്ചത്തിൽ കരഞ്ഞ് പിരിയുവാനുള്ളൊരു താല്പര്യത്തോടെ. കാരണം ദൈവം കൃപ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ വിശ്രമം അവരവരുടെ കുടുംബജീവിതത്തിൽ അവർ വിശ്രമിക്കുവാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിച്ച് മടക്കി അയക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ അവളോട്, ഞങ്ങൾ നിന്നോടുകൂടെ നിൻ്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവരോ അവളോട് പറഞ്ഞത് എന്താ? നിൻ്റെ ജനത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ വരുന്നത്. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാർ ഉണ്ടോ? എൻ്റെ മക്കളെ, മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായം ആകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നവോമിയുടെ ജീവിതത്തിൻ്റെ വലിയ വിഷമം എന്തായിരുന്നു? വ്യസന കാരണം തൻ്റെ സ്വന്തം ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് യഹോവയുടെ കരം തനിക്ക് വിരോധമായി ഭവിച്ചതുകൊണ്ട് തൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും എടുക്കപ്പെട്ട അവസ്ഥയിൽ വളരെ വ്യസനിക്കുന്നു. ഇവരെ ഓർത്ത് യൗവനകാലത്തിൽ വിധവമാരായി തീർന്ന തൻ്റെ മരുമക്കളെ ഓർത്ത് വ്യസനിക്കുന്ന ഒരു അമ്മായിയമ്മ. അവർ പിന്നെയും പൊട്ടി കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് ചുറ്റി
അവളോട് പറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. രൂത്ത് നവോമിയോട് ചേർന്ന് ദൈവത്തോട് പറ്റി ചേർന്നിരിക്കുന്നു നമുക്ക് വീണ്ടും കാണുവാൻ ഇടയാകുന്നു. നവോമിയോട് പറ്റി നിന്നു എന്ന് പറയുമ്പോൾ നവോമി അറിഞ്ഞ ദൈവത്തെ, നവോമി പിന്തുടർന്ന സർവശക്തനായ ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ഒരു മടിയും കൂടാതെ നവോമി പുറപ്പെടുന്നിടത്തേക്ക് പുറപ്പെടുവാൻ തക്കവണ്ണം രൂത്ത് തയ്യാറായി. അവൾ പറ്റി നിന്നു. അതവളുടെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. അപ്പോൾ അവൾ നിൻ്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് ആരാണ് പറയുന്നത്? നവോമി പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, നിന്നെ വിട്ടുപിരിയുവാനും. അപ്പോൾ വിട്ടുപിരിയുവാൻ മനസ്സില്ല, നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ രൂത്ത് പറയുകയാണ്, യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറയുമ്പോൾ രൂത്ത് വ്യക്തമായും സർവശക്തനായ യഹോവയെ അറിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയാണ്. വിവാഹശേഷം ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് മോവാബി സ്ത്രീയായിരിക്കുന്ന ആ രൂത്ത് യഥാർത്ഥമായും ഈ കുടുംബത്തോട് പറ്റിച്ചേർന്നെന്ന് സർവശക്തനായ ദൈവത്തെ യഥാർത്ഥമായും അറിഞ്ഞ് പിൻപറ്റുവാൻ തീരുമാനത്തിൽ ഉറച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ തീരുമാനത്തിൻ്റെ ഉറപ്പിലാണ് ദൈവത്തിൻ്റെ കരം അധികമധികമായി ചലിക്കുന്നത്. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത്, രൂത്തിൻ്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ അധികം സേവിക്കുവാനും സ്നേഹിക്കുവാനും ദൈവം മുഖം മാത്രം അന്വേഷിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത ഒരു നല്ല യൗവനക്കാരിയായ ഒരു വിധവയായ സഹോദരി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. തന്നോടുകൂടി പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമുക്കറിയാം, നവോമി ഇത് കണ്ടു. അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. നവോമി അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവർ അത്ഭുതപ്പെടുവാനിടയിൽ തീർന്നു. കാരണം പട്ടണം ഇളകുന്നൊരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ നവോമി പോയപ്പോൾ എല്ലാവരും ഒരുപക്ഷെ ദുഃഖിച്ചിരിക്കാം. നവോമി അതുപോലെ നല്ലൊരു സഹോദരിയായിരിക്കാം. നവോമി എലിമേലേക്ക്, മെഹ്ലോൻ, കില്യോൻ അവരെല്ലാം ആ ക്ഷാമത്തിൻ്റെ സമയത്ത് അവിടെ വിട്ടുപോയത് എല്ലാവർക്കും ഒരു ചിന്തിപ്പിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ പട്ടണം ഇളകുവാൻ സ്ത്രീജനം ഇവൾ നവോമിയോ എന്ന് ചോദിച്ചു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് ചെയ്തിരിക്കുന്നു. അതുവരെയും ജനത്തിന് അറിയില്ല എന്തു സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ. കാരണം അവർ താമസിക്കുന്ന മോവാബ് ദേശം, ഇവർ താമസിക്കുന്ന ബെത്ലഹേം. എന്നാൽ ബെത്ലഹേമിൽ മടങ്ങി വന്നപ്പോൾ സർവശക്തൻ ഏറ്റവും കയ്പുള്ള എന്നോട് പ്രവർത്തിച്ചു, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി, നവോമി എന്ന് വിളിക്കരുതെന്ന് അവൾ പറയുവാനിടയെത്തുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ മോവാബ് ദേശത്ത് നിന്നും മടങ്ങി വന്നു. റൂത്തുമായി ഒരു മടങ്ങി വരവ്, ആ ദേശത്തിൻ്റെ ക്ഷാമം മാറിയ സമയത്ത്, തൻ്റെ സ്വന്തം ജീവിതത്തിൽ വലിയ ക്ഷാമം, തൻ്റെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഭർത്താവില്ല, കുഞ്ഞുങ്ങളില്ല, വലിയൊരു ക്ഷാമത്തിൻ്റെ അവസ്ഥയിലാണ്. ദേശത്തിൻ്റെ ക്ഷാമത്തിൽ ധാന്യങ്ങളുള്ള ദേശം നോക്കി മോവാബ് ദേശം ശപിക്കപ്പെട്ട സ്ഥലത്തേക്ക് കടന്നുപോയി. എന്നാൽ അവിടെ നിന്നു ഒരു ഒഴിഞ്ഞവളായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ക്ഷാമം സംഭവിച്ചവളായിട്ട് അവൾ മടങ്ങി വരുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ യവക്കൊയ്ത്തിൻ്റെ
ആരംഭത്തിൽ ബെത്ലഹേമിൽ എത്തി. യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവിടെ എത്തിയത്. എന്നാൽ ജീവിതത്തിൽ വലിയ ക്ഷാമം നേരിട്ട സമയത്ത്, സ്വന്തം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അങ്ങനെയൊരു ക്ഷാമം നേരിട്ടപ്പോൾ അവർ മടങ്ങി വരുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മടങ്ങി വരവ് യഥാർത്ഥമായും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷാമം നേരിട്ടിട്ട് നാം മടങ്ങി വരുവാനല്ല, മറിച്ച് യഥാർത്ഥമായും നാം എപ്പോഴും ദൈവവുമായി ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ, ദൈവവുമായി ഏകീഭവിക്കുന്ന ഒരു അവസ്ഥയിൽ നാം ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഒരു മടങ്ങി വരവ്. ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ക്ഷാമം നേരിട്ടപ്പോൾ ഭക്ഷണത്തിനായി ഒരു ശപിക്കപ്പെട്ട ദേശത്തേക്ക് കടന്നു പോകാനിടയിൽ തീർന്നു. എന്നാൽ ജീവിതത്തിൽ തന്നെ ക്ഷാമം നേരിടും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ക്ഷാമം നേരിടുന്നത്? ആ ക്ഷാമത്തിൽ നാം ഒരിക്കലും തിരിഞ്ഞു പോകുവാനല്ല, ഓർപ്പ തിരിഞ്ഞു പോകുവാനിടയിൽ തീർന്നു. ജീവിതത്തിൻ്റെ ക്ഷാമത്തിൽ ഓർപ്പ തനിക്ക് ബോധിച്ചതുപോലെ തിരിഞ്ഞു പോയപ്പോൾ നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൽ നേരിട്ട ക്ഷാമത്തിൽ നവോമിയും റൂത്തും ശരിയായൊരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുവാനിടയിൽ തീർന്നു. അവർ മടങ്ങി വരുവാനിടയിൽ തീർന്നു. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായും എവിടേക്കാണ് മടങ്ങി വരുന്നത്? തീരുമാനം ഒരു ശരിയായിരുന്നു, തെറ്റായ തീരുമാനമല്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ ക്ഷാമങ്ങൾ, ഓർപ്പയുടെ ജീവിതത്തിലെ ക്ഷാമത്തിൽ ഓർപ്പ മടങ്ങി അന്യദേവനിലേക്ക്, അല്ലെങ്കിൽ ആ ജാതിയിലേക്ക് തന്നെ, ആ ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോകാനിടയിൽ തീർന്നു. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു റൂത്തോ അനുഗ്രഹത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാനിടയിൽ തീർന്നു. നമ്മുടെ തീരുമാനത്തിൻ്റെ, ജീവിതത്തിൻ്റെ ക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം, ദൈവഹിതപ്രകാരം ഒരു സ്റ്റെപ്പും വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നവോമി എടുത്ത തീരുമാനം, താൻ ഒഴിഞ്ഞവളായി പോയപ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ച ക്ഷാമത്തിൽ, അവളുടെ ജീവിതത്തിൽ അവൾ യഥാർത്ഥമായും ശരിയായ തീരുമാനമാണ് എടുത്തത്. അവൾ മടങ്ങി വന്നു സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിലേക്ക്, അല്ലെങ്കിൽ അവൾ മടങ്ങി വന്നു ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുന്നൊരവസ്ഥ, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നൊരവസ്ഥ. റീബാന ഹത്തന രഗതകല. പരിശുദ്ധാത്മ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷാമങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ, നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ക്ഷാമത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഒരിക്കലും ദൈവത്തെ വിട്ടുകളയുവാനല്ല, മറിച്ച് യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ശദ്രക്ക്, മേശക്ക്, അബേദ്നോവിനെ കെട്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല ചിന്തിക്കുവാൻ. അവരുടെ ജീവിതത്തിൻ്റെ ക്ഷാമമായിരുന്നു ആ അരിത്തിയിലേക്ക് അവരെ വലിച്ചെറിയുന്നൊരവസ്ഥ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നു, ദൈവത്തെ മുറുകെ പിടിച്ചു, അവനെ തന്നെ സേവിക്കുവാൻ, അവനെ തന്നെ പിൻപറ്റുവാൻ തീരുമാനമെടുത്തു. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ക്ഷാമഘട്ടമുണ്ടായിരുന്നു. ആ ക്ഷാമഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൻ്റെ ക്ഷാമമായിരുന്നു. നന്മ ചെയ്തിട്ടും അതേ 3 പ്രാവശ്യം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കുറ്റം മുഖാന്തരം വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തിൽ ആ കിളിവാതിൽ തുറന്നിട്ട് ദൈവമുഖം അന്വേഷിക്കുന്നവനായി താൻ വിശ്വസ്തയോടെ 3 നേരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നേരിട്ട ക്ഷാമമായിരുന്നു അവനെ ഹല്ലേലൂയ ഓറബ സത്തുറാനക ദാനിയേലിനെ ആ സിംഹക്കുഴിയിലേക്ക് ഇട്ട് കളയുക എന്നാൽ ആ അവസ്ഥയെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം താൻ ദൈവമുഖത്തേക്ക് തന്നെ തിരിഞ്ഞു, ഒരിക്കലും ഭയപ്പെടാതെ താൻ ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുവാനില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷാമത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? ആ തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരമുള്ള തീരുമാനത്തിൽ ഉറച്ചു. ഓർപ്പയോ തെറ്റ് ചെയ്തു. ഈ 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഓർപ്പ തൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനത്തെ തെറ്റുള്ളവളായി, അവളുടെ മടങ്ങിപ്പോക്ക് തെറ്റായൊരു പോക്കായപ്പോൾ നവോമിയും റൂത്തും മടങ്ങിപ്പോയത് യഥാർത്ഥമായി ശരിയായൊരു മടങ്ങി വരവ്, സർവശക്തനിലേക്ക് മടങ്ങി വരിക, സർവശക്തൻ്റെ സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ റീഖാനവ രഗതകല കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ. ഓ മഹസത്തുറാനക രഗതകല ജനബല രഗതകല ഓറബന രഗതകല ജനബല രഗതകല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതേ നിറവിൽ, അതേ നടത്തിപ്പിൽ നാമും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നിവർത്തീകരിക്കപ്പെടുകയും തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കാം. റബ സത്തുറാനക റബന ഹത്തന രഗതകല അധറബ ഹത്തന രഗതകല റീഖാനബ രഗതകല. അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭുവായിരിക്കുന്ന സർവശക്തൻ്റെ കരത്തിലേക്ക് കർത്താവെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഓരോത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലൂടെ പരിശുദ്ധ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ കർത്താവെ. റീബ ഹത്തനാരക ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ സാഹചര്യങ്ങളുടെ ക്ഷാമമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ ക്ഷാമങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേ സ്തുതിക്കുന്നു. സർവശക്തനിലേക്ക് തിരിയുവാൻ തക്കവണ്ണം, യഥാർത്ഥമായി നോക്കേണ്ടുന്നവൻ്റെ മുഖത്ത് നോക്കുവാൻ തക്കവണ്ണം, അതേ വിളിച്ചവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ പരിശുദ്ധാത്മ ഞങ്ങളെ ഓരോരുത്തരെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ക്ഷാമങ്ങളിൽ കർത്താവെ യഥാർത്ഥമായ കർത്താവെ ശരിയായ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പും വെപ്പാനായിട്ട് അവർ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.